ഹായ് മക്കളെ, 8th സ്റ്റാൻഡേർഡിൻ്റെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണത്തിലെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുന്നേ മക്കൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നത് ആവുന്ന സമയത്ത് സ്റ്റഡി നോട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ലേറ്റ് ആവാതെ മക്കളുടെ കയ്യിലേക്ക് ചുമ്മാ ഒരു ഹായ് അയച്ചിട്ടേക്കുക ആ നമ്പറിൽ കേട്ടോ. ഓക്കേടാ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് നമ്മൾ 2 തിയറികളാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയറി മക്കളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അവർ ഈക്വൽ ട്രയാങ്കിളാണ്. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമാകുമ്പോൾ അവർ തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ ആവണോ? എല്ലാ തവണയും തുല്യ ത്രികോണങ്ങളാവാൻ ആവശ്യമില്ല. അതിനൊരു സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു മക്കളെ? 1 സൈഡും 2 ആംഗിൾസും ഈക്വൽ ആയാൽ മതി. 1 സൈഡും 2 ആംഗിൾസും, ഒരു വശവും 2 കോണുകളും തുല്യമായാൽ മതി. എങ്ങനെ ആവണടാ? ഒരു സൈഡിൻ്റെ 2 അറ്റത്തുള്ള ആംഗിൾസ് സെയിം ആവണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടടാ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മൂവിങ് ഓൺ ടു അവർ തേർഡ് തിയറി ഒന്ന് വായിക്കാട്ടോ. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ്, മറ്റ് 2 കോണുകളും തുല്യമാണ്. If in 2 triangles the length of 2 sides of the angle between them are same, then the length of third side and remaining 2 angles are also same. അങ്ങനെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ പറയാം. മക്കളെ, 2 ട്രയാങ്കിളുകൾ കാണുന്നില്ലേ? ഈ കാണുന്ന 3 സെൻറ്റിമീറ്റർ തന്നെയല്ലേ മക്കളിതാ ഇവിടെ കാണുന്ന 3 സെൻറ്റിമീറ്റർ എന്ന് നോക്കി നോക്കൂ. അതുപോലെ ഈ കാണുന്ന 5 സെൻറ്റിമീറ്റർ അല്ലേ മക്കൾ ഈ കാണുന്ന 5 സെൻറ്റിമീറ്റർ എന്ന് നോക്കിയേ. ഇവർ രണ്ടാളും ചേരുന്ന സ്ഥലത്തുണ്ടായ ആംഗിൾ 60 ഡിഗ്രി അല്ലേ? ഇങ്ങനെ ആയാലും അവരെന്താണടാ? ഈക്വൽ ട്രയാങ്കിളാണ്. അപ്പോൾ 2 സൈഡ് ഒരു ആംഗിൾ ഈക്വൽ ആയാലും അവർ ഈക്വൽ ട്രയാങ്കിളാണ്. പിന്നെ അവർ പറയുന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളിലെ തേർഡ് സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മൂന്നാമത്തെ വശം എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. സ്വാഭാവികമായിട്ടും ബാക്കി വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും വരിക. തേർഡ് തിയറിയിൽ പറയുന്നുള്ളൂ. സിമ്പിളാണ്. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ആക്ച്വലി ഈ പാർട്ട് വരെ ബുദ്ധിമുട്ടില്ല. ഇതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ടാണ് ചാപ്റ്റർ കേട്ടോ. ഇതുകൂടിയാണ് കുറച്ചൊരു എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പാർട്ട് കണ്ടതിൽ ഏറ്റവും പ്രയാസമുള്ള പാർട്ടായിട്ട് മക്കൾക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത് ഈ പാർട്ടാണ്. നോക്കാം. ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. ശരി, ഓക്കെ. അപ്പോൾ ചിത്രത്തിലെ പച്ച വരകൾ ഞാൻ ആ ചിത്രം പിടിച്ചിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചിട്ടോ, കുറച്ച് വലുതാക്കി. ഞാൻ അയാൾക്കൊരു പേരും കൊടുത്തു വെച്ചിട്ടുണ്ട്. മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുത്തു പോയത്, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൊടുത്തു പോയതാടാ. ശരി, ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ആൻഡ് ഓഫ് സെയിം ലെങ്ത്. അപ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട് മക്കളെ. പാരലൽ ആണെന്നും പറയുന്നുണ്ട്, ഒരേ നീളമാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ പേര് പ്രകാരമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ 2 സാധനങ്ങൾ സെയിമുമാണ്, അതുപോലെ തന്നെ പാരലലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടത്തറ്റത്തു നിന്നും മറ്റൊരു നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ ഈ കാണുന്ന ബി എന്ന് പറയുന്നത് നീലവരയുടെ മധ്യബിന്ദു ആണ് എന്നുള്ളൊരു ഐഡിയയും അവർ തരുന്നുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ഇവിടെ ഈ കാണുന്ന റെഡ് ലൈൻസിന് സെയിം ലെങ്ത് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കണം എങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ആളെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ തിയറി: കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ അല്ലേ. ഒന്ന് എ ബി സി ആണ്, മറ്റേ ട്രയാങ്കിൾ ആരാടാ? ബി ഡി ഇ ആണ്. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ബി ഡി ഇ. മലയാളം മീഡിയക്കാർ എങ്ങനെയാണ് മക്കൾ എഴുതുക? ത്രികോണം എ ബി സി ത്രികോണം ബി ഡി ഇ പരിഗണിക്കുക എന്നെഴുതി. ഇനി നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പച്ച ആൾക്കാരൊക്കെ സെയിം ആണ്, നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അയാളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പച്ച ആളുകൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സി ഇസ് ഈക്വൽ ടു ബി ഇ. അത് നമുക്ക് അവർ തന്ന ഡാറ്റയാണ്, നമ്മൾ അതിനായിട്ടൊന്നും എഴുതാൻ നിൽക്കേണ്ട.
അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബി മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. എടാ ഞാൻ നേരത്തെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ അത് വായിച്ചിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വൺ ഈസ് ഡ്രോൺ ഫ്രം ദ എൻഡ് ഓഫ് എ ഹൊറിസോണ്ടൽ ബ്ലൂ ആൻഡ് ദ അതർ ഈസ് ഡ്രോൺ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ബ്ലൂ ലൈൻ. ദ മിഡ് പോയിന്റ് ഓഫ് ദ ബ്ലൂ ലൈൻ. അപ്പോൾ ബി എന്ന് പറയുന്നത് ആരാണ് മക്കളെ? മിഡ് പോയിന്റ് ആണ്. അങ്ങനെ ബി മിഡ് പോയിന്റ് ആണെങ്കിൽ എ ബിയും ബി ഡിക്കും ഒരേ നീളമാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എഴുതാം, എ ബി ഇസ് ഈക്വൽ ടു ബി ഡി. എ ബി ഇസ് ഈക്വൽ ടു ബി ഡി. ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? അതിന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള നമുക്കൊന്ന് എഴുതി വെച്ചേക്കാം. എം ഈസ് ദ മിഡ് പോയിന്റ്. സോറി എം അല്ലല്ലോ അല്ലേ. ബി ഈസ് ദ മിഡ് പോയിന്റ് എന്നൊന്ന് എഴുതി വെച്ചേക്കാം. ബി ഈസ് ദ മിഡ് പോയിന്റ് എന്ന് കൊടുത്തു. മലയാള മീഡിയക്കാരൻ എന്താ എഴുതുക മക്കളെ? എ ബി സമം ബി ഡി, ബ്രാക്കറ്റിൽ ബി മധ്യബിന്ദുവാണ് എന്ന് ചെയ്തു വെച്ചു. ഓക്കെ എടാ, അപ്പം രണ്ട് സൈഡായി. ഇനി നമ്മൾ എങ്ങനെ ഈ ആംഗിളിലേക്ക് എത്തുന്നത് മക്കളെ? ഈ കാണുന്ന വരകൾ ശ്രദ്ധിക്കണേ. ഈ കാണുന്ന എ സി എന്ന് പറയുന്ന വരയും ബി ഇ എന്ന വരയും പാരലലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കാണുന്ന, ഒന്നുകൂടി വരയ്ക്കാം, എ സി അതേപോലെ തന്നെ ബി ഇ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന കോണും തുല്യമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. അപ്പം നമുക്ക് ആ ഐഡിയയും കിട്ടി. ഞാൻ അയാളെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ കാണുന്ന ആംഗിളുടെ പേര്, ആദ്യത്തെ ട്രയാങ്കിളിൽ ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി. ബ്രാക്കറ്റിൽ കൊടുക്കണേടാ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ്, സമാന കോണുകളാണ് എന്ന് മക്കൾ എഴുതി വെച്ചേക്കണം. അപ്പോൾ സംഭവം എന്തായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഈ സൈഡും ഈക്വൽ, ഈ സൈഡും ഈക്വൽ, അവർക്കിടയിലുള്ള ആംഗിളും ഈക്വൽ. നമ്മളിപ്പോൾ തിയറി പഠിച്ചിട്ടല്ലേ ഉള്ളൂ മക്കളെ. അപ്പോൾ നമ്മൾ എന്തായി, നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നടാ? ദെർഫോർ, അതുകൊണ്ട് എന്തെഴുതാൻ വേണ്ടി പോകുന്നു? ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ ബി ഡി ഇ അല്ലേ. ബ്രാക്കറ്റിൽ നമുക്ക് എന്തെഴുതാം? ടു സൈഡ്സ് ആൻഡ് വൺ ആംഗിൾ ആർ ഈക്വൽ. രണ്ട് വശവും ഒരു കോണും തുല്യമാണ് എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ തിയറിക്ക് തൊട്ട് മുന്നേ പഠിച്ചേ ഉള്ളൂ. നോക്കടാ, ദ ടു ആംഗിൾസ് ആർ ഓൾസോ സെയിം, ദ തേർഡ് സൈഡ് ആർ ഓൾസോ സെയിം. മൂന്നാമത്തെ വശവും തുല്യമായിരിക്കുന്നു മക്കളെ. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ രണ്ട്, അപ്പോൾ ഇതിൽ മൂന്നാമത്തെ വശങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ടാളുകളാണ്. അവർ ഓട്ടോമാറ്റിക്കലി എന്താവൂടാ? ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ബി സി ഇസ് ഈക്വൽ ടു ആരാടാ? ഇ ഡി എന്ന് നമ്മൾക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മളോട് അവിടെ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈക്വൽ ആണോ ചോദിച്ചു. ഇനി അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അവിടെ. ചുവന്ന വരകൾ സമാന്തരമാണോ? ആർ ദ റെഡ് ലൈൻസ് പാരലൽ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചോദിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് നോക്കി നോക്കാം. എടാ, ഈ കാണുന്ന, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ഈ കാണുന്ന ലൈൻ പാരലൽ ആയതുകൊണ്ടാണല്ലോ ഈ ആംഗിളുകൾ ഈക്വൽ ആയത്. അതേപോലെ ഇപ്പം മക്കളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. ഈ രണ്ട് ലൈനുകൾ പാരലൽ ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ആംഗിളും എന്താണെന്ന് തെളിയിച്ചാൽ മതിടാ. ഈക്വൽ ആണ് എന്ന് നമ്മൾ തെളിയിച്ചാൽ മതി അല്ലേ. മക്കളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. ഈ കാണുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇയാൾ, ഈ കാണുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇയാൾ. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും എന്താണ്? ഈക്വൽ ആണെന്നും ഈ കാണുന്ന ലൈൻസ് പാരലൽ ആണെന്നും ഓൾറെഡി നമ്മൾ എഴുതി വെച്ചതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്, ദേ ആർ പാരലൽ. ബിക്കോസ് ഏതൊക്കെ ആംഗിളാടാ? ഈ കാണുന്ന ആംഗിളാണ് ആദ്യം എഴുതേണ്ടത്. ആംഗിൾ എ ബി സി ഈക്വൽ ടു ഇവിടെ ആംഗിൾ ബി ഡി ഇ. അവിടെ ശരിക്കും വേറൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി മുകളിൽ എഴുതി കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒരു ബ്രാക്കറ്റിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ഒരു റീസൺ കൊടുക്കാം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക്. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് opposite to equal sides are also equal. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. തുല്യ ത്രികോണങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതുക? അവർ സമാന്തരമാണ്, കാരണം നമ്മൾ കൊടുത്തു രണ്ട് കോണുകൾ എഴുതുന്നു. എന്നിട്ട് മക്കൾ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? തുല്യ ത്രികോണങ്ങളിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. റെഡിയാണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ.
ചിത്രത്തിലെ ചതുർഭുജം സാമാന്തരികമാണോ? എന്തുകൊണ്ട്? ഈസ് ദ ക്വാഡ്രിലാറ്ററൽ ബിലോ എ പാരലോഗ്രാം. നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഒരു പാരലോഗ്രാം ആണോ ഒരു സാമാന്തരികമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ അതിൻ്റെ മുന്നേ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു പാരലോഗ്രത്തിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാനൊരു പാരലോഗ്രാം വരയ്ക്കുന്നുണ്ട് മക്കളെ, ശ്രദ്ധിക്കണേ. നമുക്ക് എന്തായാലും ട്രയാങ്കിളിൻ്റെ ബേസിസിലാണല്ലോ ഇയാളെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ 2 ട്രയാങ്കിൾസ് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എടാ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഒരാളെ ഒരു പാരലോഗ്രാം ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ആണ് നീളം എന്ന് മക്കൾ വിചാരിച്ചേ. ഈ കാണുന്ന സ്ഥലത്ത് ഒരു 5 സെൻറ്റിമീറ്റർ, ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഈ കാണുന്ന സ്ഥലത്ത് ഒരു 7 സെൻറ്റിമീറ്റർ നീളമാണെന്ന് വിചാരിച്ചു. ഈ കാണുന്ന സ്ഥലത്ത് ഒരു 7 സെൻറ്റിമീറ്റർ നീളമാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ എടാ ഈ കാണുന്ന സ്ഥലത്തുള്ള ആംഗിൾ എക്സ് ആണ്, ഈ കാണുന്ന ആംഗിൾ എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. അതുപോലത്തെ ഈ കാണുന്ന ആംഗിൾ ഒരു വൈ ആണെന്ന് വിചാരിച്ചോളൂ. ഈ കാണുന്ന ആംഗിളും ഒരു വൈ ആണെന്ന് മക്കൾ വിചാരിച്ചു വെച്ചോ. ഓക്കെ ശരി, നമുക്ക് പാരലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒന്ന് ഒബ്വിയസ്ലി അവരുടെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആവണം. നോക്കിയടാ 5ഉം 5ഉം സെയിം ആണ്, 7ഉം 7ഉം സെയിം ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ സെയിം ആയാൽ മാത്രം പോരാ, അവർ പാരലൽ കൂടെ ആവണം. അപ്പോൾ നോക്കി നോക്കാം, നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരാളെ പഠിച്ചതായിട്ട് മക്കൾ ഓർക്കുന്നുണ്ടോ? മറുകോണുകൾ. ആ ഐഡിയ ഉപയോഗിച്ചിട്ടാട്ടോ മക്കളെ ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോണ്. നോക്കി നോക്കടാ, ഈ കാണുന്ന ആംഗിള്, ഈ കാണുന്ന നമ്മൾ സെഡ് ആംഗിൾസ് മറുകോണുകളെ പറയുക, ഓൾട്ടർനേറ്റ് ആംഗിൾസിന്. ഇവിടെ കാണുന്ന ആംഗിളും വൈ ആണ്, ഇവിടെ കാണുന്ന ആംഗിളും വൈ ആണ്. വിച്ച് മീൻസ് ഈ 7ഉം 7ഉം ഈക്വൽ ആയതുപോലെ തന്നെ പാരലൽ കൂടിയാണ്, സമാന്തരം കൂടിയാണ്. നമുക്ക് അടുത്തൊരാളെയും കൂടെ അങ്ങനെ നോക്കി നോക്കാം. അങ്ങനെ നോക്കാൻ പറ്റിയ ഒരു അടുത്താൾ നോക്കണം. ഇങ്ങനൊരു സെഡ് നോക്കി നോക്കിയാൽ മക്കളെ, ഇങ്ങനൊരു സെഡ് നോക്കി. ഇവിടെ എക്സ് അല്ലേ വന്നത്, ഇവിടെ അതുപോലെ തന്നെ ആരാണ് വന്നത്? എക്സ്. അപ്പോൾ ഇവർ ഈക്വൽ ആയതിൻ്റെ കൂടെ ആരും കൂടിയാണ് അയാൾ, പാരലും കൂടിയാണ്, സമാന്തരം കൂടിയാണ്. അത്തരം സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ? ഈ വരച്ചിരിക്കുന്ന ഡയഗ്രാം ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എതിർവശങ്ങൾ തുല്യമാവണം, അതുപോലെ തന്നെ എന്താവണടാ? സമാന്തരമാവണം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവണം, അതുപോലെ തന്നെ എന്താവണം മക്കളെ? ഈക്വൽ ആവണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഡയഗ്രത്തിൽ എന്തൊക്കെ ഡാറ്റാസ് ആണ് തന്നിട്ടുള്ളത് നോക്കി നോക്കാം. നമുക്ക് നോക്കിയാലും മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടടാ, ഈ കാണുന്ന ആൾ 4 സെൻറ്റിമീറ്റർ ആണ്, ഈ കാണുന്ന ആൾ 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഉള്ള ആൾ 35 ഡിഗ്രിയാണ്, ഇവിടെ ഉള്ള ആളും 35 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാണുന്ന 2 ആൾക്കാർ പാരലാണ്. അപ്പോൾ ഈ 4 സെൻറ്റിമീറ്ററുകൾ പറയുന്ന ഈ 2 സൈഡ് എന്താണെടാ? ഈക്വലുമാണ്, പാരലുമാണ്, തുല്യവുമാണ്, സമാന്തരമാണ്. അപ്പോൾ നമ്മളിനി പ്രൂവ് ചെയ്യേണ്ടത് ഈ കാണുന്ന സൈഡിനെ കുറിച്ചാണ്. ഈ കാണുന്ന ആൾ ഈക്വലാണ്, തുല്യമാണെന്ന് പറയണം. അതുപോലെ തന്നെ ഈ കാണുന്ന 2 ആൾക്കാർ പാരലാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. നമുക്കറിയുന്നത് ആകെ ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്യാനല്ലേ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്തു നോക്കാം. ഞാൻ എന്തായാലും ഈ തന്നിട്ടുള്ള ഡയഗ്രത്തിന് ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇയാൾ എ ആവട്ടെ, ഇയാൾ ബി ആയിക്കോട്ടെ, ഇയാൾ സി ആയിക്കോട്ടെ, ഇയാൾ ഡി ആയിക്കോട്ടെ. ഓക്കേടാ, എന്നാൽ സ്റ്റാർട്ട് ചെയ്യല്ലേ. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി. ത്രികോണം എ ബി ഡി ത്രികോണം ബി സി ഡി പരിഗണിക്കുക. നമുക്ക് അവിടെ ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കട്ടോ. അവിടെ എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള ആളുകൾ എന്ന് നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവും. അവിടെ ഒരു എ ബി എന്ന് പറയുന്ന ആളും സി ഡി എന്ന് പറയുന്ന ആളും ഈക്വൽ ആണ്. എ ബി ഇസ് ഈക്വൽ ടു സി ഡി. ഞാൻ ഓവർ എക്സ്പ്ലനേഷൻ പോണില്ല, ഓൾറെഡി തന്നിട്ടുള്ള ആളാണ്. വേറെ ഏതെങ്കിലും സൈഡ് ഈക്വൽ ഉണ്ടോ മക്കളെ? ഉണ്ട്. എടാ ശ്രദ്ധിക്കുക, ഈ ബി ഡി എന്ന് പറഞ്ഞ സൈഡ് മുകളിലെ ട്രയാങ്കിളിൻ്റെ ആണ്, അതുപോലെ താഴത്തെ ട്രയാങ്കിളിൻ്റെ അല്ലേ. സ്വാഭാവികമായിട്ടും മുകളിലുള്ള ബി ഡി തന്നെ ആയിരിക്കുമല്ലോ താഴത്തുള്ള ബി ഡി. അപ്പോൾ ഞാൻ അതും ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. ബി ഡി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ആംഗിളുടെ കാര്യം നമുക്കറിയാലോ, ഈക്വൽ ആയിട്ടുള്ള ആൾ ആരാണെന്ന്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മുകളിലുള്ള ആംഗിൾ എ ബി ഡി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു താഴത്തുള്ള ആംഗിൾ ബി ഡി സി ആണ്. എടാ ഇത്രയും പറയുന്നതോടുകൂടെ തന്നെ അല്ലേ, നോക്കിയൊക്കെ മക്കൾ, ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈക്വല്, ഈ 2 സൈഡ് കോമൺ സൈഡാണ്, ഇവർ മേക്ക് ചെയ്ത ആംഗിൾ ഈക്വല്. അപ്പോൾ therefore നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും മക്കളെ? therefore ട്രയാങ്കിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ ബി സി ഡി. എടാ ഇവിടെയൊക്കെ വേണമെങ്കിൽ മക്കൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം കേട്ടോ. ഈ ബി ഡി ഇസ് ഈക്വൽ ടു സി ഡി, എടാ സോറി എടാ, ഇവിടെ ബി ഡി തന്നെയാട്ടോ എഴുതേണ്ടത്. അത് കോമൺ സൈഡാണ്, പൊതുവശമാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത്രയും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ ബി സി ഡി നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള സൈഡാണെങ്കിൽ നമുക്കറിയാം. സോ അതുകൊണ്ട്
എടാ അവിടുത്തെ തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. അപ്പോൾ ആരായിരിക്കും മക്കളെ തേർഡ് സൈഡ്? ഇവിടെ അങ്ങനെ മൂന്നാമത്തെ സൈഡ് എ ഡി എന്ന് പറയുന്നതാണ്. ഇവിടെ അങ്ങനത്തെ ആംഗിൾ എന്ന് പറയുന്നത് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. സോ എ ഡി ഇസ് ഈക്വൽ ടു ബി സി. എ ഡിയും ബി സിയും തുല്യവശങ്ങളാണ്. പക്ഷെ നമ്മൾ ആവശ്യം കഴിഞ്ഞ മക്കളെ ഇല്ല. കാരണം നമുക്ക് ഇയാൾ ഈക്വൽ ആയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താ? ഇയാളൊരു പാരലോഗ്രാം ആവണം. ഇയാൾ പാരലോഗ്രാം ആവണമെങ്കിൽ മക്കൾ അവിടുത്തെ സെഡ് ആംഗിൾ, നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈക്വൽ ആണല്ലോ, ആണ് മക്കളെ, നമുക്കറിയാം. നോക്കടാ, ഈക്വലായ സൈഡിൻ്റെ ഒപ്പോസിറ്റുള്ള ആംഗിളുകളായിരിക്കൂലേ അവർ മക്കളെ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഡി ബി. ഇതാ ഈ കാണുന്ന ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഡി എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. കോൺ എ ഡി ബി സമം കോൺ സി ബി ഡി. എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ എഴുതാനുള്ള കാര്യം? നമുക്കറിയാം, ഇൻ ഈക്വൽ ട്രയാങ്കിൾസ്, അതിൻ്റെ പ്രൂഫ് എഴുതുന്നുണ്ട്. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഒപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? എഴുതി ചേർക്കുന്നുണ്ട്. തുല്യ ത്രികോണങ്ങളിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായടാ? അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും therefore. എടാ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈക്വൽ ആണെന്ന്, അതുപോലെ ബി ആയിപ്പോയത് കേട്ടോ. എ ഡി പാരലൽ ടു ബി സി എന്നും കൂടി ഞാൻ എഴുതി ചേർക്കുന്നുണ്ട്. എ ഡിയും ബി സി എന്താ മക്കളെ? സമാന്തരവും കൂടിയാണ്. therefore എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. അതുകൊണ്ട് എ ബി സി ഡി ഒരു സമാന്തരികമാണ് എന്ന് മക്കൾക്ക് എഴുതി വയ്ക്കാം. വേണമെങ്കിൽ മാത്രം ബ്രാക്കറ്റിൽ അതിൻ്റെ റീസൺ കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം മക്കളെ? അവസാനിക്കണം. എടാ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനില്ലേ, ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാരലോഗ്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ചോദ്യം നോക്കി ഓക്കെ. ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. ചിത്രത്തിലെ ചതുർഭുജത്തിൽ എ ബി സി ഡി എന്നീ വരകൾ സമാന്തരമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയാൻ ജസ്റ്റ് നോക്കി വയ്ക്കാം. എടാ ഈ കാണുന്ന ആളുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്ത് എന്ന് പറയുന്ന ആളുകൾ? പാരലൽ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ. പോരാത്തത് എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മധ്യബിന്ദുവാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന എ ബിയുടെ മധ്യബിന്ദുവാണ് ആര് എന്ന് പറയുന്നത്? ഈ കാണുന്ന എം എന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് മൊത്തത്തിൽ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ കാണുന്ന ആൾ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ കാണുന്ന ആളുടെ നീളവും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർ ദ കോർഡിലാറ്ററൽസ് എ എം സി ഡി ആൻഡ് എം ബി സി ഡി. 2 ആൾക്കാരുണ്ടടാ. നമുക്ക് ഓരോന്ന് വീതം ചെയ്യാം. ആദ്യം ചോദിച്ചിട്ടുള്ള ആൾ എന്ന് പറയുന്നത് എ എം സി ഡി ആണ്. എ എം സി ഡി. അയാളൊരു സമാന്തരികമാണോ പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ പറഞ്ഞിട്ടുള്ള ആളെ മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് അറിയുന്ന നേരത്തെ നമ്മൾ മിസ്സായി പോയൊരു സാധനം അതുപോലെ അങ്ങോട്ട് എഴുതി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു 3 സെൻറ്റിമീറ്റർ അവിടെ എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാൾ ആക്ച്വലി പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സമാന്തരികമാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുന്ന ആളും ഈക്വൽ ആണ് എന്ന് അവിടെ തന്നിട്ടുണ്ട്. കാരണം ഇയാൾ 3 സെൻറ്റിമീറ്റർ ആണ്, ഇയാളും 3 സെൻറ്റിമീറ്റർ ആണ്. പോരാത്തതിന് ഇയാൾ പാരലൽ ആണെന്ന് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് മറ്റ് 2 സൈഡുകളാണ്. കാരണം എ ഡി എന്ന് പറയുന്ന സൈഡും എം സി എന്ന് പറയുന്ന സൈഡിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ശ്രദ്ധിക്കാനുള്ളത്. ആയിക്കോട്ടെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ട്രയാങ്കിൾ വെച്ചിട്ടല്ലേ എഴുതാൻ അറിയുള്ളൂ. അങ്ങനെ എഴുതാം. ആരൊക്കെ നമ്മുടെ 2 ട്രയാങ്കിൾ? കൺസിഡർ ട്രയാങ്കിൾ. താഴെ ഉള്ളത് എ എം ഡി ആൻഡ് ട്രയാങ്കിൾ എം ഡി സി. എടാ ഇത് 1, ഇത് 2, ഈ 2 ട്രയാങ്കിൾ. മലയാളം മീഡിയക്കാർ എങ്ങനെയാണ് മക്കൾ എഴുതുക? ത്രികോണം എ എം ഡി, ത്രികോണം എം ഡി സി പരിഗണിക്കുക എന്ന് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. 2 സ്ഥലങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണോ നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് അവിടെ അറിയുന്ന കാര്യം? ഫസ്റ്റ് സാധനം നമുക്കറിയാം, എ എം ഇസ് ഈക്വൽ ടു സി ഡി. നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്ന ഫസ്റ്റത്തെ ആൾ. പിന്നെ നമുക്ക് അവിടെ അറിയുന്ന ഒരാൾ, എടാ ഇതിൽ 2 ശരിക്കും പറഞ്ഞ ഒരു കോമൺ സൈഡിൻ്റെ പ്രസൻസ് ഉണ്ട്. നോക്കി നോക്കടാ. ഇത് ഫസ്റ്റ് ട്രയാങ്കിളുടെയും സെക്കൻഡ് ട്രയാങ്കിൾ 2ലും വരുന്ന ആൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ആളാണ്. രണ്ടാമത്തെ ആ പോയിന്റ് എഴുതാം. എം ഡി ഇസ് ഈക്വൽ ടു എം ഡി. പൊതുവശം അല്ലെങ്കിൽ മക്കളെ നമ്മൾ എങ്ങനെ എഴുതുക? കോമൺ സൈഡ് നമ്മൾ എഴുതുക. കോമൺ സൈഡ് അഥവാ പൊതുവശം എന്ന് പറയുന്ന ആളെയും കൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഉണ്ട്. നമ്മളെ ശ്രദ്ധയിൽ വരണം. എടാ ഈ കാണുന്ന 2 ലൈൻസ് പാരലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും പാരലൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അവിടെ ഒരു ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മക്കളെ, അല്ലേ? നമ്മുടെ
മറുകോണുകൾക്കുള്ളൊരു സാധ്യത. അപ്പോൾ ഈ കാണുന്ന ആംഗിളും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അപ്പോൾ ഞാനതൊന്ന് എഴുതി വെക്കുന്നുണ്ട്. ആംഗിൾ സി ഡി എം ഇസ് ഈക്വൽ ടു ആംഗിൾ എ എം ഡി. അതിൻ്റെ റീസൺ ബ്രാക്കറ്റ് ഞാൻ എഴുതുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ്. മക്കൾ എന്താ എഴുതുക? മറുകോണുകൾ എന്ന് വേണം മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. എടാ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയല്ലോ അല്ലേ? മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ സൈഡും അയാൾ ഉണ്ടാക്കുന്ന ആംഗിളും ഈ സൈഡും അയാൾ ഉണ്ടാക്കുന്ന ആംഗിളിനും ഈക്വൽ ആണ്. ദെർഫോർ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ദെർഫോർ ട്രയാങ്കിൾ എ എം ഡി ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ എം ഡി സി. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം മക്കളെ? 2 sides and one angle are equal എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ? എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അത്തരം സ്ഥലങ്ങളിലുള്ള തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇവിടുത്തെ തേർഡ് സൈഡ് എന്ന് പറയുന്ന ആരാ മക്കളെ? ഇവിടെ എ ഡി അതേപോലെ എം സി. ദാറ്റ് ഈസ് എ ഡി ഇസ് ഈക്വൽ ടു എം സി. അത് മാത്രമാണോ? അല്ല, അതുപോലത്തെ രണ്ട് ആംഗിളുകൾ ഓൾറെഡി നമ്മൾ ഈക്വൽ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എ ഡി ഇസ് പാരലൽ ടു എം സി എന്ന അടുത്തൊരു പോയിന്റ് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ബ്രാക്കറ്റിൽ ഞാൻ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ സെയിം എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ സെയിം എന്ന് മാത്രമേ ഞാൻ തൽക്കാലത്തേക്ക് എഴുതുന്നുള്ളൂ. ഓക്കെ, എടാ സെയിം പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മക്കളെ ഏതും മക്കൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ എം ബി സി ഡി എന്ന് പറയുന്ന ആൾ സെയിം സാധനം, അതിന് നിങ്ങൾ ഏത് ഭാഗമായിരിക്കും എടുക്കേണ്ടി വരും? എം ബി സി ഡി എന്ന് പറയുമ്പോൾ ഇതാ ഈ കാണുന്ന സാധനമായിരിക്കും എടുക്കാനുണ്ടാവുക. അവിടുത്തെ ഒരു ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഞാൻ വെറുതെ വരച്ച് നീട്ടത്തില്ല, രണ്ടും ഒരേ സാധനം ആയതുകൊണ്ടാണ് മക്കളെ എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ആംഗിൾ ഫില്ല് ചെയ്യാനുള്ള അടുത്ത സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. ഇതിൽ 1, 2, 3 ഈ 3 ട്രയാങ്കിളിലെയും ആംഗിളുകൾ മക്കളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ എടാ, ഇനി അതല്ല മക്കൾക്ക് ഈ സെക്കൻഡ് പാരലോഗ്രാം ഞാൻ തന്നെ ചെയ്തു തരണം, അത് കാണണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഞാൻ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യില്ല, ഒരു ഷോർട്സ് ആക്കിയിട്ട് 8ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടേക്കും. ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ റെഡി മക്കളെടാ, നമുക്ക് ഇതിൽ കാണുന്ന മുഴുവൻ ആംഗിൾസും ഫില്ല് ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ പാരലോഗ്രാം ഉപയോഗിച്ചിട്ട്. എടാ പാരലോഗ്രാമത്തിൽ നമ്മൾ പഠിക്കാത്തൊരു പോയിന്റ് കൂടി ഞാൻ പറയാം, മക്കൾ ശ്രദ്ധിച്ചു വെച്ചോ. പാരലോഗ്രാമത്തിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും മക്കളെ. ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങിയാലോ. എടാ നമ്മൾ എ എം സി ഡി ഇല്ലേ മക്കളെ? എ എം സി ഡി എന്ന് പറയുന്ന പാരലോഗ്രാം ശ്രദ്ധിച്ച് നോക്കണേ. എ എം സി ഡി അതിൽ ഇവിടെ 40 ആണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തും ആരുടെ ആയിരിക്കും മക്കളെ വരിക? 40 ഡിഗ്രി ആയിരിക്കും വരിക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ എന്ത് ചെയ്തു മക്കളെ? ഫില്ല് ചെയ്തു. 40 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. ഏറ്റവും ആദ്യത്തെ ആളെയാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. അടുത്ത ആളെ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ രണ്ടാമത്തെ ഒരു പാരലോഗ്രാം ഉണ്ടായിരുന്നില്ലേ? ആരെഴുന്നൂടാ? എം ബി സി ഡി. ഈ കാണുന്ന ആളല്ലേ എം ബി സി ഡി. ഇതാ എം ബി സി ഡി. ഇയാളൊരു പാരലോഗ്രാം ഞാൻ പ്രൂവ് ചെയ്തില്ല, പ്രൂവ് ചെയ്യാനുള്ള വഴികൾ പറയുന്നു. മക്കൾ എന്തായാലും ഇപ്പോഴേക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ കാണുന്നതും ഓപ്പോസിറ്റ് സെറ്റ് ആംഗിൾ അല്ലേ? ഇവിടെ 60 ആണല്ലോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരായിരിക്കും ഉണ്ടാവുക? അവിടെയും 60 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ നമ്മുടെ സെക്കൻഡ് ആംഗിൾ എന്ത് ചെയ്യാണ്? ഫൈൻഡ് ഔട്ട് ചെയ്യണം മക്കളെ. അടുത്തത് ട്രയാങ്കിളിലേക്ക് പോകുന്നു. ഈ എം ഡി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ അല്ലേ? മക്കൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എം ഡി സി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന തേർഡ് ആംഗിൾ ആരാണ്? ഈ മൂന്നാളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 വരണം എന്നറിയാം. അപ്പോൾ ഈ തേർഡ് ആംഗിൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180യിൽ നിന്ന് ഈ 60യും 40യും ആഡ് ചെയ്ത് കിട്ടുന്ന 100 മക്കൾ മൈനസ് ചെയ്താൽ മക്കൾക്ക് മനസ്സിലാവും ഈ കാണുന്ന ആൾ എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. 3 ആംഗിൾ ആയല്ലോ. ഇനി നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന തിയറിയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എടാ ഈ കാണുന്ന ലൈനും പാരലൽ ആണെന്ന് മക്കളെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സെഡ് ആംഗിൾസ്, നമ്മുടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, നമ്മുടെ മറുകോണുകളുമായി ബന്ധപ്പെട്ട് സാധനം നോക്കി നോക്കാം. അപ്പോൾ നോക്കിക്കോട്ടോ, ഒരു സെഡ് ഞാൻ മറക്കിയതിൻ്റെ ഇങ്ങനെയാണ് ഒരു സെഡ് എന്ന് വിചാരിക്കുക മക്കളെ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരല്ലേ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ ആരാ വരേണ്ട മക്കളെ? അവിടെ വരേണ്ട ആൾ 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഒരാളെയും കൂടെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇതാ ഇങ്ങനെ ഒരു സെഡ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ? ഇങ്ങനെ ഒരു സെഡ് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഉള്ള 40 ആണെങ്കിൽ ഇവിടെ ആരായിരിക്കും വരുന്നുണ്ടാവും മക്കളെ? അവിടെയും ആരായിരിക്കും ഉണ്ടാവുക? 40 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഇനി തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കടാ. ട്രയാങ്കിൾ ജസ്റ്റ് നോക്കിയാൽ മതി. 60, 40 ഇവിടെ ആരാണ്? ഇവിടെ ആരാണ്ടാവുക മക്കളെ? 60യും 40യും ഇവിടെ 80 ഡിഗ്രിയാണ് ബാലൻസ് വരേണ്ടത്. അതേപോലെ തന്നെ സെയിം അപ്ലിക്കേഷൻ 60, 40 ഇവിടെ ഉണ്ട്. ഇവിടെ ആരാ മക്കളെ വരേണ്ടത്? 80 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4.
ചിത്രത്തിൽ O വൃത്തത്തിന്റെ കേന്ദ്രവും A, B, C, D വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഇൻ ദിസ് പിക്ചർ O is the center of the circle. A, B, C, D are points on the circle. Are the lines AB and CD equal? Why? എന്തുകൊണ്ട് എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. നോക്കാം. Why? എടാ ABCD അല്ലെ, ഈ O സെന്റർ ആണ്. നമ്മളോട് ചോദിച്ചത് AB എന്ന് പറയുന്ന ഇയാളും CD എന്ന് പറയുന്ന ഇയാൾക്കും ഒരേ നീളമാണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ട്രയാങ്കിൾ വെച്ചിട്ടല്ലേ ചെയ്യാൻ അറിയുള്ളൂ. നമുക്ക് എഴുതി തുടങ്ങാം. നമ്മൾ ഏതാണ്ട് പ്രൂഫൊക്കെ എഴുതി പഠിച്ചല്ലോ. കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD. ത്രികോണം AOB, ത്രികോണം COD പരിഗണിക്കുക. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഈക്വൽ ആയിട്ട് തന്നിട്ടുള്ളതെന്ന് ആദ്യമേ നോക്കിയിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ആംഗിളിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ തന്നത്. അയാൾ എഴുതി വെക്കാം. ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ COD. ഫസ്റ്റ് താളെ ഞാനിതാ ഈ രണ്ട് ആംഗിൾ 80 ആണെന്ന് പറഞ്ഞ സാധനം അതേപോലെ നോട്ട് ചെയ്തു. ഇനി മക്കൾ നോക്കേണ്ട അടുത്തൊരു സാധനം ഇല്ലടാ, ഈ കാണുന്ന സൈഡും സെയിം ആട്ടോ. എന്താ റീസൺ എന്ന് അറിയാം മക്കളെ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന വരയുടെ പേരാണ് റേഡിയസ്, ആരം, ഇയാളുടെ പേര്. അപ്പോൾ ഈ രണ്ടാൾക്കാരും സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത ഞാൻ അയാളെയാണ് എഴുതുന്നത്. OC ഇസ് ഈക്വൽ ടു OB. മക്കളെ റേഡിയസിന്റെ പ്ലൂറൽ ഫോം ആട്ടോ ഉപയോഗിക്കുന്നത്. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ എന്നാട്ടോ. ഒരേ വൃത്തത്തിന്റെ ആരം എന്ന് എഴുതി ചേർത്താൽ മതി മലയാളം വേണ്ടിക്കാരും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സാർ ഈ കാണുന്ന സാധനവും ഈ കാണുന്ന വരയും സെയിം, അവിടെ അതും റേഡിയസ് തന്നെയാണ്. അപ്പം അങ്ങനെ എഴുതുക. OA ഇസ് ഈക്വൽ ടു OD. അതും ആരെന്നെയാ മക്കളെ? റേഡിയൈ ഓഫ് സെയിം സർക്കിൾ എന്ന് തന്നെ നമുക്ക് എഴുതാം. ഒരേ വൃത്തത്തിന്റെ ആരങ്ങൾ. അപ്പം മക്കളൊന്ന് നോക്കി നോക്കടാ. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും അയാൾ ഉണ്ടാക്കുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഒരു ആംഗിൾ ഈക്വലാ. ദാറ്റ് മീൻസ് therefore നമുക്ക് എന്താ എഴുതാം മക്കളെ? ട്രയാങ്കിൾ AOB ഈക്വൽ ടു ട്രയാങ്കിൾ COD. ത്രികോണം AOB സമം ത്രികോണം COD. ഇവരെങ്ങനെയാ തുല്യ ത്രികോണങ്ങളായത് മക്കളെ? എങ്ങനെയാടാ? two sides and one angle are equal. രണ്ട് വശങ്ങളും one angle are equal. രണ്ട് വശങ്ങളും ഒരു കോണും തുല്യമാണ് രണ്ട് ത്രികോണങ്ങളിലും. therefore അല്ലെങ്കിൽ so അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടുത്തെ തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും. AB is equal to CD. പരിപാടി കഴിഞ്ഞു. AB is equal to CD. വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ചിത്രത്തിൽ O വൃത്തത്തിന്റെ കേന്ദ്രവും നേരത്തെ ചെയ്ത അതേപോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടോ. പോരാത്തതിന് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ ആംഗിൾസ് മക്കളെ? AOB എന്ന് പറയുന്ന ഇയാളും അതേപോലെ തന്നെ AOC എന്ന് പറയുന്ന ഇയാളും. പ്രാവശ്യം നമ്മളോട് ചോദിച്ചത് AB അതേപോലെ തന്നെ AC, ഈ രണ്ടാളുകൾ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം കേട്ടോ. AB അതേപോലെ തന്നെ AC, ഈ രണ്ടാൾക്കാർ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ള ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതി നോക്കാം. നമുക്ക് വേണ്ടത് ഈ രണ്ട് സൈഡുകളായതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് മക്കളെ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് ഞാൻ അവിടെ എടുക്കേണ്ടത് മക്കൾ ആദ്യം നോക്കി നോക്ക്. കൺസിഡർ ട്രയാങ്കിൾ. ആദ്യത്തെ ആളുടെ പേര് AOB. ഏതാ AOB എന്ന് സംശയമില്ലല്ലോ, ഇയാളാണ് AOB കേട്ടോ. AOB ആൻഡ് ട്രയാങ്കിൾ AOC. ട്രയാങ്കിൾ AOC. എടാ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ 1, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ 2. ഈ രണ്ടാൾക്കാരെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്തത്. അവിടെ തുടക്കത്തിലേ നമ്മളോട് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്. അവർ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാണ്, ഞാൻ അത് അതുപോലെ കോപ്പി അടിക്കാം. ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ AOC. അതുപോലെ കോപ്പി അടിച്ചത്. അതിന് ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് നമ്മളോട് ചോദ്യം ഇങ്ങോട്ട് പറഞ്ഞ സാധനമല്ല. വെറുതെ എന്തിനാണ് അങ്ങോട്ട് പോയിട്ട് ചോദിക്കുന്നത്? വേറെ എന്തൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും മക്കളെ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ AO എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും രണ്ട് ട്രയാങ്കിളിലുള്ള ആളാണ്, കോമൺ സൈഡാണ്. അപ്പോൾ അത് എഴുതുന്നു AO ഇസ് ഈക്വൽ ടു AO. ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? കോമൺ സൈഡാണ്, പൊതുവശമാണ്, അതുകൊണ്ട് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം. നേരത്തെ നമ്മൾ റേഡിയസ് പോലത്തെ ഒരാളെ പഠിച്ചതല്ലേ? അപ്പോൾ മക്കൾ നോക്കി നോക്കും. OB എന്ന് പറയുന്ന ആളും OC എന്ന് പറയുന്ന ആളും ഈക്വൽ ആയിരിക്കും. OB ഇസ് ഈക്വൽ ടു OC. എടാ നേരത്തെ എഴുതിയ അതേ സാധനം കേട്ടോ. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിന്റെ ആരം ആയിരിക്കും അയാള്. അപ്പൊ എന്തായി? രണ്ട് സൈഡും ഓരോ ആംഗിൾ ഈക്വൽ ആയില്ലടാ. മതിയല്ലോ, നമ്മളെ ആവശ്യം കഴിഞ്ഞല്ലോ. therefore ട്രയാങ്കിൾ AOB is equal to ട്രയാങ്കിൾ AOC. ബ്രാക്കറ്റിൽ എങ്ങനെ കൊടുക്കാം മക്കളെ? 2 sides and one angle
ആർ ഈക്വൽ എന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അയാൾ എന്ത് ചെയ്യാം, എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാലോ. സോ എ ബി ഇസ് ഈക്വൽ ടു എ സി. സോ എ ബി ഈക്വൽ ടു എ സി. പരിപാടി കഴിഞ്ഞു. അതോടുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഡെപ്ത് കൂടിയതും പഠിക്കാൻ കുറച്ച് പ്രയാസവും ഉള്ള ഭാഗം എന്ന് പറയുന്നത് തേർഡ് തിയറി ആട്ടോടാ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ഭാഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. ഞാൻ വൈകിപ്പിക്കുന്നില്ല. ഞാൻ ക്ലാസ്സിൻ്റെ എൻക്വയറീസ് നിങ്ങളെ കമൻറ്റ് ബോക്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. 4th ചാപ്റ്ററൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സെക്കൻഡിൽ എത്തിയിട്ടല്ലോ. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാം, 3rd 4th കുറച്ച് സ്പീഡായിട്ട് മക്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തൊരു 3 ദിവസം കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോടാ.